ഹലോ ഗായ്സ്, എന്താണ് വിശേഷം? സുഖല്ലേ? എന്താണ് ചങ്കുകളെ? പിന്നെ എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ടാവും. നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. കുറെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ കൂടി നെഗറ്റീവിന് നമ്മൾ പോസിറ്റീവ് എടുക്കാം. പിന്നെ ഈ നെഗറ്റീവ് വരുന്ന കമന്റ്സ് ഒന്നും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ഞാൻ അപ്പോൾ അതൊരു നെഗറ്റീവ് ചെയ്ത് ഞാൻ അത് കണ്ട് അത് അയാൾ വന്ന് എനിക്ക് റിപ്ലൈ വന്ന് പിന്നെ അയാൾ അതിനൊരു വീഡിയോ ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് വയ്യ. എനിക്ക് ഹാപ്പിയായി ഫ്രീ ആയി എല്ലാവരും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പിൽ അടിപൊളിയിൽ പോകുന്നതാണ് ആഗ്രഹം. പിന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ, നമുക്ക് ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതിന് നല്ലതുമാണ്, കെട്ടതിന് കെട്ടത് കേട്ടോ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്തായി പറയാൻ കാരണം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് പേരുടെ എന്താണ് ഇതിൽ ഞാൻ കണ്ടതാണ്. ആവശ്യമില്ലാത്ത കുറേ മെസ്സേജുകൾ വരും. നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. കാരണം കൊടുക്കാം, ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ എന്താണ് കൊടുത്ത് കമ്പനി അടിച്ച് ഇപ്പോൾ ഒക്കെ നല്ല കൊഞ്ചും എന്താ പറയുക, മെയിനായിട്ട് ഞാൻ പറയുന്നത് പെൺകുട്ടികളോടാണ്. നിങ്ങൾ ഭർത്താവില്ലാത്ത പെൺകുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. എന്നാലും ഭർത്താവ് ഇരിക്കെ നിങ്ങൾ രാത്രി ആയിക്കോട്ടെ മറ്റു സമയങ്ങളും ഒരുത്തനോട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിരും. കാരണം ഭർത്താവാകുമ്പോൾ വഴക്ക് പറയും, എന്താണ് പറയുക, ദേഷ്യപ്പെടും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളോട് ഫുൾ അവകാശം അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുത്തും കൊഞ്ചാത്തൊക്കെ. കാരണം അതൊക്കെ ഒരു സമയം കഴിയുമല്ലോ. പക്ഷെ അത് കണ്ടിട്ട് അപ്പുറത്ത് വരുത്തും നിങ്ങൾ കാണുമ്പോൾ മൊഞ്ചുണ്ട് അതിൻ്റെ ഇതിൻ്റെ പറഞ്ഞ് വരുന്നവരെ ഒട്ടും വിശ്വസിക്കരുത്. അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കണ്ടിട്ട് തന്നെ ഇരിക്കും. അത് കിട്ടുന്നവരെയാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ആണുങ്ങൾക്കും ഇങ്ങനെ കുറേ അനുഭവം ഉണ്ട്. ആണുങ്ങളെ അടിച്ചേൽപ്പിച്ച് പറയില്ല, പക്ഷെ ഒന്ന് രണ്ട് പെണ്ണുങ്ങളുടെ ചാറ്റ് ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്, ഏതിൽ പോയി പെടരുത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ പോയി പെടുന്നത്. പക്ഷെ നാളെ നിങ്ങൾക്ക് നേരെ തിരിയും. എനിക്കത് കിട്ടും ഉറപ്പായിട്ടും. അതിൻ്റെ എന്താണ് റിയാക്ഷൻ പിന്നീട് കിട്ടുമ്പോൾ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കുറേ ഇൻസ്റ്റയിൽ ഫ്രണ്ട്ഷിപ്പ് ആവണം എന്ന് പറഞ്ഞിട്ടും ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടും എന്നോട് കുറച്ച് നേരം സംസാരിക്കും, ഞാൻ ഒറ്റയ്ക്കാണ്, ക്യാഷ് തരാം, അങ്ങനെ കുറേ വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. എനിക്കും കുറേ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ഒരു ട്രൂ അല്ല കേട്ടോ. അവരൊന്നും അതൊക്കെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാണാതെ ഇപ്പോൾ ഒരാൾക്ക് ചുമ്മാ പൈസ കൊടുക്കും. പിന്നെ കുറേ വരുന്നുണ്ട് മോഡലിങ്ങിന് ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞിട്ടും ക്യാഷ് ഓഫർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ. ഇതിലൊക്കെ പോയി ഒരിക്കലും പെടരുത്. പെട്ടാൽ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അപ്പം ഞാനും എല്ലാം തികഞ്ഞോളല്ല, ഞാനും ഇങ്ങനെയുള്ള അബദ്ധത്തിലൊക്കെ പോയി പെടൂല ഒരു ഉറപ്പില്ല. എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് പേരുടെ ലൈഫിലെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് പറയണം, മക്കളെ സൂക്ഷിച്ചാൽ നമുക്ക് നന്നു, അല്ലെങ്കിലല്ലേ നമ്മുടെ ലൈഫ് പോകും. അതുകൊണ്ട് പറയാം, എല്ലാവരും സൂക്ഷിച്ച് സേഫായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യാം. യൂസ് ചെയ്തോളി. ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം. നമുക്ക് ഏറ്റവും അടിപൊളി വൈബുള്ള ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലും അതൊരു വൈബാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ഒരു ബെസ്റ്റിൻ്റെ പേരെടുക്കും. കാരണം ബെസ്റ്റി അറിയാലോ, ബെസ്റ്റി എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടി അനാവശ്യത്തിൽ പോകുന്നു എന്നാണ് ആണുങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ മാക്സിമം ഈ ബെസ്റ്റിനൊന്നും വെക്കാതിരിക്കാം. എല്ലാവരും ഒരു ലിമിറ്റിലൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് ലൈഫിലേക്ക് അടുപ്പിക്കരുത്. ഓക്കെ, ഇനിയും കുറച്ചുകൂടി പറയാണ്ട്, ഓവർ ലോങ് ആയിട്ട് നിങ്ങളെ ചടപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.